ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ പിറന്നാളാണ്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പിറന്നാൾ സമ്മാനങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് തന്നെ നേരിട്ട് വിളിച്ച് ആശംസകൾ അറിയിക്കുന്നു. രണ്ടുപേരും തമ്മിലുള്ള സ്വാരസ്യങ്ങളാണ് സമീപകാലത്ത് വലിയ വാർത്തയായത്. പക്ഷേ ട്രംപ് തന്നെ നേരിട്ട് വിളിച്ച് ആശംസകൾ അറിയിക്കുന്നു. അപ്പം നമ്മുടെ ഇന്ത്യൻ നിലപാടുകളെ സാധൂകരിക്കുന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അതും നരേന്ദ്രമോദിക്കുള്ളൊരു പിറന്നാൾ സമ്മാനമായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നു. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇന്ന് 75-ാം പിറന്നാളാണ്. നമ്മള് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വാക്കും പ്രവൃത്തിയും ഒരേപോലെ തന്നെ അന്വർത്ഥമാക്കിയ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇന്ത്യയെ ഏതാണ്ട് 30 വർഷങ്ങളായിട്ട് 3 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യ മഹാരാജ്യത്തെ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി, 3ാമത്തെ തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുവരെ സാധൂകരിക്കുന്നത് വരെ അദ്ദേഹം തുടരുമെന്നുമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ശബ്ദം ലോകത്തിന്റെ ശബ്ദമാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം. ലോകം ശ്രദ്ധിക്കുന്ന ഒരേ ഒരു രാജ്യം അല്ലെ, വളരെ സ്റ്റേബിളായിട്ട് സംസാരിക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരേ ഒരു ശബ്ദം, അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അങ്ങനെയാണ്. ഇനി ഒരു റെക്കോർഡൂടെ അദ്ദേഹത്തിന് മറികടക്കാനുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഒറ്റ റെക്കോർഡൂടെ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡൂടെ മറികടക്കാനുണ്ട്. അതുകൂടെ മാത്രമേ ഇനി നരേന്ദ്രമോദിക്ക് ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള നമ്മുടെ പ്രധാനമന്ത്രി. അപ്പൊ നമുക്കും ആദ്യം തന്നെ അദ്ദേഹത്തിന് ഒരു പിറന്നാൾ ആശംസകൾ നേരം അല്ലേ. ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്ത് നിന്നാണ് അദ്ദേഹത്തിന് 3 ആശംസകൾ, 3 പിറന്നാൾ ആശംസകളെന്നോ സമ്മാനങ്ങളെന്നോ ഒക്കെ തന്നെ അതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ വാക്ക് ശരിയായിരുന്നു. അതിന്റെ തെളിവുകളാണ് ഈ 3 സമ്മാനങ്ങൾ. ആദ്യം തന്നെ വിളിച്ചത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റാണ്. രാവിലെ അദ്ദേഹത്തെ വിളിച്ചുണർത്തിയെന്ന് തന്നെയാണ് പറയുന്നത്. പഴയതുപോലെ നരേന്ദ്ര എന്നാണ് വിളിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എന്റെ പ്രിയ സുഹൃത്തെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, അങ്ങേക്ക് പിറന്നാൾ ആശംസകൾ. ഇത് കേട്ടിട്ടാണ് മോദി രാവിലെ എഴുന്നേൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അദ്ദേഹവും തിരിച്ചു പ്രതികരിച്ചു. അദ്ദേഹം ഒരു എക്സിലാണ് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സന്തോഷം അറിയിച്ചതിന് അങ്ങോട്ട് തിരിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഒരുപാട് തർക്കങ്ങൾ രണ്ടുപേരും തമ്മിൽ നിലനിന്നിരുന്നു. ട്രംപിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഒരു ലോക നേതാവ്, അല്ലെങ്കിൽ ലോക പോലീസിന്റെ DGP ആണെന്നൊക്കെ ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് മാറ്റിക്കൊടുത്തു. നമ്മുടെ പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. ഇന്ത്യയോടെ വേണം. അതുകൊണ്ട് ഇപ്പൊ ഇന്നലത്തെ ചർച്ചകളില് US വിദേശകാര്യ സെക്രട്ടറിയോട് എത്തിയിട്ടുണ്ട്. വാണിജ്യകാര്യ സെക്രട്ടറിയോട് വന്നിട്ടുണ്ട്. നമ്മളുമായിട്ടുള്ള കരാറുകളും ഒപ്പിടുമെന്നാണ് പറയുന്നത്. അതിനുശേഷം ട്രംപ് ഇപ്പോഴും നേരെ ബ്രിട്ടനിലേക്ക് പോയിരിക്കുകയാണ്. പശ്ചിമേഷ്യ ഏതാണ്ടൊരു കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. ട്രംപിന്റെ ആ ലോകാധിപത്യത്തിന്റെ ഒരു തെളിവാണെന്ന് തോന്നുന്നു. ഗാസ വലിയ താമസമില്ലാതെ ഇസ്രായേലിനെ കൊണ്ട് ഗാസ മിക്കവാറും ഒരു വെളിമ്പറമ്പാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. ഇനിയിപ്പോ അദ്ദേഹം ഇന്നലെ ബ്രിട്ടനിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ബ്രിട്ടനിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ നാട്ടുകാർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. കുടിയേറ്റക്കാരൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സമരവും 1.5 ലക്ഷം പേര് പങ്കെടുത്ത സമരങ്ങളും ഒക്കെ ബ്രിട്ടനിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ അതൊന്ന് ശരിയാക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. തിരിച്ചു വന്ന ശേഷം വിശദമായിട്ട് കരാറിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് തന്നെയല്ല, ബ്രിട്ടനിലേക്ക് പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് ചാടിപ്പോയ എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ കിടന്ന് ഇലോൺ മസ്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിയുടെ കാര്യം കൂടെ ഒന്ന് തീരുമാനമാക്കിയിട്ട് വരാം എന്നൊക്കെയുള്ള മട്ടിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതാണ് മോദിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരം. ഇന്ന് രാവിലെ കിട്ടിയ ആദ്യത്തെ ആശംസ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റേതായിരുന്നു. രണ്ടാമത്തേതാണ് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിന് അൽ ജസീറ ടിവിയോടാണ് സംസാരിക്കുന്നത്. അൽ ജസീറ നമുക്കറിയാം ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ടെലിവിഷൻ സംവിധാനമാണ്. അവിടുത്തെ ഗവൺമെന്റ് സംവിധാനമാണ്. അവരുടെ ഒരുപാട് ജേർണലിസ്റ്റുകളാണ് ഈ ഗാസ യുദ്ധമുഖത്ത് ഒരുപാട് 28 29 ജേർണലിസ്റ്റുകൾ തന്നെ കൊല്ലപ്പെട്ടു. അത്ര ലൈവായിട്ട് വിഷയം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ടിവിയാണ്. അതിനോടാണ് പാകിസ്ഥാന്റെ മന്ത്രി സംസാരിച്ചു. ഇന്നലെ അത് അഭിമുഖം ഇപ്പൊ വളരെ ലൈവായിട്ട് പോകുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇന്ത്യ പാക് യുദ്ധം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല. അമേരിക്കയ്ക്ക് ഒരു പങ്കാളിത്തമേ ഇല്ല. ഒരു 3ാം കക്ഷി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടേ ഇല്ലെന്നത് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്.
ലൈവായിട്ടാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്? നമ്മുടെ പ്രധാനമന്ത്രി എത്ര തവണ പറഞ്ഞു? പക്ഷെ എതിർ കക്ഷികളൊന്നും വിശ്വസിക്കുന്നില്ല, എതിർ രാഷ്ട്രീയക്കാരൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാ വേണ്ട, പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തുന്നത് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞില്ലേ, അവരെയും വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നാണ്. അപ്പൊ ഇതിനപ്പുറത്തൊരു തെളിവുണ്ടായല്ലോ. ഇന്നിതാ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നു, ഇവർക്ക് അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല, ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളൊരു അമേരിക്കൻ പങ്കാളിത്ത ഇടപെടലിനെ കുറിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് അമേരിക്ക തയ്യാറായി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ട്രംപ് സംസാരിക്കാം, ഇന്ത്യയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ നിലപാടെന്ന് പറയുന്നത്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിനകത്തിൽ അമേരിക്കയുടെ ഒരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടലിന്റെ ആവശ്യമില്ല, നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങൾ ലോകത്തിലെ ഏത് ശക്തിയാണെങ്കിലും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ നിരസിച്ചതായിട്ടാണ് ഇന്ന് പാകിസ്ഥാന്റെ മന്ത്രി പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ സമ്മാനമായില്ലേ മോദിജി രണ്ടാമത്തെ സമ്മാനം. മൂന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ നമ്മൾ അത് കേട്ടിരുന്നതാണ്, നേരത്തെ തന്നെ കേട്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ തന്നെ ബഹാവൽപൂരില്, നമ്മുടെ പാക് പഞ്ചാബിൽ കിടക്കുന്ന ബഹാവൽപൂരില് അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു 7-9 സൈനിക താവളങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ആദ്യം. ഈ 28 നിരപരാധികളായ ഇന്ത്യക്കാരോട് പഹൽഗാമിൽ ചെയ്ത ആക്രമണത്തിന് ആ സെക്കൻഡിൽ തന്നെ ഏതാണ്ട് ഒരു 2-ാം ദിവസം തന്നെ നമ്മൾ മറുപടി കൊടുത്തു. അത്ര ശക്തം ആക്രമണം തുടങ്ങി 2-ാം ദിവസം തന്നെ അവരുടെ ആ കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. ഇന്ന് അവരുടെ കമാൻഡർ, ജെയ്ഷയുടെ കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. കശ്മീരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആ കേന്ദ്രങ്ങൾ മുഴുവൻ, ഞങ്ങളുടെ നേതാവിന്റെ മകൻ, കുടുംബം അടക്കമുള്ള ആ കുടുംബത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഞങ്ങളുടെ സൈനിക പരിശീലന ക്യാമ്പിൽ ആ സമയത്ത് ഏതാണ്ട് 500ഓളം ആളുകൾ പരിശീലനം നടത്തുന്നുണ്ടായിരുന്നാണ് പറയുന്നത്, 9 ക്യാമ്പിനകത്ത്. ഈ 500 പേര് എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരെ കൊന്നതിന്, ഇന്ത്യക്കാരെ പറഞ്ഞില്ല നിഷ്കരണം ഇവർ ചെയ്തതിന് ഏതാണ്ട് 500-ലധികം തീവ്രവാദികളെ ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മളെ കരിച്ചു കളഞ്ഞു എന്നാണ്. അത് അവർ തന്നെ സമ്മതിക്കുകയാണ്, ആ തീവ്രവാദി സംഘടന തന്നെയാണ് സമ്മതിക്കുന്നത്. നമ്മളെ പറഞ്ഞില്ലേ, നമ്മുടെ കൊച്ചു മനുഷ്യൻ, നമ്മുടെ അജിത് ഡോവലിന് അറിയാമല്ലോ ഇവരുടെയൊക്കെ ക്യാമ്പ് എവിടെയാണെന്നുള്ളത്. നീളത്തിൽ കുറവാണെങ്കിലും വളരെ പറഞ്ഞില്ലേ, പാകിസ്ഥാനിൽ 12 കൊല്ലം പാത്തിരുന്ന് ജീവിച്ച, അല്ലെങ്കിൽ ഒളിപ്രവർത്തനം നടത്തുന്നത് തന്നെ പറയാവുന്ന പ്രവർത്തി ചെയ്ത ആളാണ് അജിത് ഡോവൽ. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതാണ് ആദ്യം തകർത്തത്, ഈ ഒളി കേന്ദ്രങ്ങളാണ് ആദ്യം തകർത്തത്. ഇപ്പൊ അതിനുശേഷം നമ്മുടെ സൈന്യം തപ്പിയിറങ്ങി, പഹൽഗാമിലെ ഭീകരരെ തപ്പി ഇറങ്ങിയപ്പോഴ് അവിടുത്തെ ചില കുതിരക്കാരെ ഒന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത്. കുതിരക്കാരെ, ആപ്പിള് കച്ചവടക്കാരെ ഒന്നും കാണുന്നില്ല. പല വീടുകളിലും ചെന്നപ്പോഴ് പ്രായപൂർത്തിയായ മക്കളെ ഒന്നും കാണുന്നില്ലെന്നാണ് അവിടെ നിന്ന് വന്ന റിപ്പോർട്ട്. അവരെ ആരെയും കാണത്തില്ല, അത് തന്നെയാണെന്ന് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഈ പറഞ്ഞ ഭീകര കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും ഇവരിയ്ക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 500-നകത്തില ഇവരും വിട്ട് കാണും, തീർച്ചയായിട്ടും വിട്ട് കാണും. ഇനി കാശ്മീരിലെ SIR എടുക്കട്ടെ, കാശ്മീരിലെ SIR എടുത്തു കഴിയുമ്പോഴേ ഇവരൊക്കെ എങ്ങോട്ട് പോയിന്നുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തിലാണ് ലോകം ശ്രദ്ധിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മറ്റൊരു നരേന്ദ്രന്റെ വാക്കുകൾ, സ്വാമി വിവേകാനന്ദന് ശേഷം ഒരു നരേന്ദ്രന്റെ വാക്കുകളാണ്. അത് അനർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ വലിയ അംഗീകാരം, ലോകത്തിന് ഇന്ന് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. 75 നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. 75 വയസ്സാകുമ്പോൾ അദ്ദേഹം വിരമിക്കും എന്നൊക്കെ ചില സൂചനകളൊക്കെ വന്നിരുന്നു, ചില പ്രസ്താവനകൾ വന്നിരുന്നു. അത് വന്നത് RSS മേധാവി മോഹൻ ഭാഗവത്തിൽ നിന്നാണ് വന്നത്. അവരുടെ സമ്പ്രദായം അങ്ങനെയാണ്. അത് മോദി അടക്കമുള്ളവർ ചേർന്നെടുത്ത തീരുമാനമാണ്. 75 വയസ്സാകുമ്പോൾ നമ്മൾ പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുക, അതിനുശേഷം വേറെ ഇതുണ്ടല്ലോ, വേറെ പ്രവർത്തിക്കത്തക്ക കാര്യങ്ങളുണ്ട്, അപ്പൊ അങ്ങോട്ട് മാറാം എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനവും ആലോചനയും ഉണ്ടായിരുന്നു. ഇപ്പൊ മോഹൻ ഭാഗവത് ഏതാണ്ട് 1 മാസമോ 2 മാസം മുമ്പ് ഒരു സൂചന നൽകിയിരുന്നു, 75 വയസ്സ് കഴിയുമ്പോൾ വിരമിക്കൽ വേണ്ടി വരുമെന്നുള്ളത്. അപ്പൊ കാര്യത്തിലെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, ആരാണ് മാറുന്നത്? മോഹൻ ഭാഗവത്തിനും അദ്ദേഹത്തിനും 75 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പൊ മോഹൻ ഭാഗവത് ആണോ മാറുന്നത്, അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും എന്നൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അവിടുത്തെ RSSനെ സംബന്ധിച്ചിടത്തോളം ഈ നാഗ്പൂരിൽ RSS കാര്യാലയം വളർത്തിയെടുത്ത പ്രോഡക്ട്സ്, അല്ലെങ്കിൽ പ്രോഡക്ട്സ് തന്നെ പറയാം അതിന്, ആ ആളുകളില് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതാണ് അതിന്റെ തെളിവെന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള അസന്നിഗ്ധമായിട്ട് കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത്തും പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചല്ല, നരേന്ദ്രമോദി ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, LK അദ്വാനിയുടെ സെലക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. LK അദ്വാനി എന്നുള്ള ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അല്ലേ,
ഗുജറാത്തിലെ വെറും സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ഗുജറാത്തിലെ വെറും സംഘടനാ സെക്രട്ടറി ആയിട്ടിരുന്ന നരേന്ദ്രമോദിയെ 3-4 പേരെ അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ പിൻഗാമിയാക്കാൻ പറ്റുന്ന ഏറ്റവും ആള് നരേന്ദ്രമോദിയാണെന്നുള്ളത്. രഥയാത്രയിലുള്ള വലിയ എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ എന്താണ് വടക്കേ ഇന്ത്യയുടെ വികാരം എന്താണെന്ന് അവർ മനസ്സിലാക്കിയെടുത്തു. ആ ഹിന്ദുത്വ വികാരത്തെ മനസ്സിലാക്കിയെടുത്തു. അത് അദ്വാനിയെക്കാട്ടും കൂടുതലായിരുന്നു അക്കാര്യത്തിൽ മോദിക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയങ്ങളും വടക്കേ ഇന്ത്യയിൽ സാധിച്ചെടുക്കാൻ പറ്റിയത്. അപ്പൊ അദ്വാനിയുടെ സെലക്ഷൻ ഒന്നും കുഴപ്പമുണ്ടായില്ല. ആകപ്പാടെ ഒരു പ്രശ്നം വന്ന് പറഞ്ഞത് വാജ്പേയിയുടെ ഒരു പരാമർശം മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു എന്താണ് പറയുന്ന ഒരു ചെറിയ ബാഡ് മാർക്കായിട്ട് വന്നു പോയത്. അത് ഗോദ്ര ഗുജറാത്ത് കലാപത്തിന് ശേഷം അദ്വാനിയുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു, ക്ഷമിക്കണം, വാജ്പേയിയുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു, മോദി രാജധർമ്മം പുലർത്തണം എന്നൊരു വാക്ക് വന്നുപോയി. പക്ഷെ അതിനെ ഡിഫെൻഡ് ചെയ്തത് അന്ന് അദ്വാനിയായിരുന്നു. ഏറ്റവും ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്തതും അദ്വാനി തന്നെയായിരുന്നു. അപ്പൊ അദ്വാനിയെ വളർത്തിയെടുത്ത ഒരു കുഞ്ഞാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ആ വികാരം അദ്ദേഹത്തിന്റെ സിരകളിലും ഉണ്ടാകും. ഇടയ്ക്കൊക്കെ ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ സുന്ദരമാക്കി വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ 3 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ലോകത്തിന്റെ ശബ്ദമാകാൻ മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് കിട്ടുന്ന സമ്മാനങ്ങൾ അടക്കം എല്ലാ ഇന്ത്യക്കാർക്കും അദ്ദേഹം ഒരു മാതൃകയായിട്ട് തീരട്ടെ. അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അദ്ദേഹത്തിന് മാതൃകയായിട്ട് തീരട്ടെ. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരാം ഈ സമയത്തെന്നാണ് എനിക്ക് തോന്നുന്നത്.